ബിഗ് ബില്യൺ ഡേയ്സിന് ശേഷം വിത്തൗട്ട് കാർഡ് ഓഫേഴ്സിൽ അത്യാവശ്യം ലാഭകരമായിട്ട് തന്നെ സ്മാർട്ട് ഫോൺസ് ഒക്കെ മേടിക്കാൻ സാധിക്കുന്ന ഒരു ഓഫർ സെയിലാണ് നവംബർ 24 മുതൽ സ്റ്റാർട്ട് ചെയ്ത ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. 29 വരെ ഒരു ഓഫർ സെയിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു വിത്തൗട്ട് കാർഡ് ഓഫേഴ്സിലുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വർത്ത് ബൈങ് ആകും. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഫോണുകളെ കുറിച്ച് കൂടുതൽ പറയത്തില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ അതിനെക്കുറിച്ചൊക്കെ കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ഓഫർ അപ്ഡേറ്റ്സിനൊക്കെ തന്നെ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കണ്ട. ഓഫേഴ്സിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബിഗ്ഗസ്റ്റ് ഡീൽ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് iPhone 15 ആണ്. 69,900 രൂപയുടെ സാധനം നമുക്ക് 57,999 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഇൻക്ലൂഡിങ് കാർഡ് ഓഫറാണ്. വിത്തൗട്ട് കാർഡ് ഓഫർ നമുക്കത് 58,249 രൂപയ്ക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് 69,900 ഒന്നും അല്ല, കുറച്ച് നാളായിട്ട് ഇത് 60,900 ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഓഫർ ഇല്ല, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്കിവിടെ ഈ ഒരു iPhone 15 മേടിക്കാൻ സാധിക്കും. 128 GB വേരിയൻ്റ് ആണ് ഈ ഒരു റേറ്റ്. കൂടാതെ നമുക്ക് A16 ബയോണിക് ചിപ്സെറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ക്യാമറ ക്വാളിറ്റി, ഇപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോഗ്രാഫിക് ആണെങ്കിലും നല്ലൊരു ഡീലാണ് ഈ ഒരു iPhone 15. പിന്നെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഡീൽ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന എന്ത് അവർ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ബിഗ് ബില്യൺ ഡേയ്സിൽ 49,999 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ആളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ആ ഒരു നമ്മളെ കസ്റ്റമേഴ്സിനെ മണ്ടന്മാരാക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് അതിനകത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ S23 ആണ്. 38,999 നമുക്ക് വിത്തൗട്ട് കാർഡ് ഓഫറിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. പവർഫുൾ പെർഫോമൻസ്, അൺബീറ്റബിൾ പ്രൈസ് എന്നാണ് ഈ ഒരു S23 ഫ്ലിപ്കാർട്ട് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും നല്ലൊരു ഫോണാണ്. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഡിവൈസ് വേണം, 40,000 രൂപയ്ക്ക് അകത്തുള്ളൊരു ഫോൺ വേണം, ക്യാമറ ക്വാളിറ്റി അതേപോലെ തന്നെ പെർഫോമൻസ് ഓറിയന്റഡ്. അങ്ങനെയാണെങ്കിൽ സാംസങ് S23 പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ S23 യൂസ് ചെയ്യുന്ന പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഡിവൈസിന് തന്നെ ഈ ഒരു മറ്റൊരു ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവുന്നു എന്നുള്ളതാണ്. പൊതുവെ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ 5,000-6,000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 3,900 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആകുന്നുള്ള ഒരു ഇഷ്യൂ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഫോണാണ്, വേറൊരു പ്രശ്നമില്ല. ഈ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് യൂസ്ഡ് ആവും, അല്ലാണ്ട് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് അല്ല കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ കൊടുത്തേക്കുന്നത് സെഗ്മെന്റ്സ് ഓൺലി 12 GB 256 GB മോട്ടറോള G64 ആണ്. 15,999 രൂപയാണ് ആ ഒരു പ്രോഡക്റ്റ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വില നോർമൽ റേറ്റ് 16,999 ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ പക്ഷേ 15,999 കിട്ടുമായിരിക്കാം. എന്നാലും ഞാൻ പറയണത് ഇതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ല അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ CMF നത്തിങ് ഫോൺ ഉണ്ടല്ലോ, ഞാൻ പേഴ്സണലി നമ്മുടെ ഓഫീസ് ഫോണാണ്, എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. സോ മോട്ടോ G64 നിങ്ങൾ 16,000 രൂപ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു നോർമൽ റേറ്റിൽ നമുക്ക് 14,999 6 GB 128 CMF നത്തിങ് ഫോൺ കിട്ടുന്നതാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 12,000 രൂപയ്ക്കകത്ത് വിവോയുടെ ഒരു ഫോൺ വേണം, എന്നാൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും വിവോ T3X നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു T3X കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സറാണ് ആക്ച്വലി ഇതിനകത്ത് ഈ ഒരു T3X കാണാൻ സാധിക്കുന്നത്. 6,000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 11,249 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഓൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നോർമൽ റേറ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോഴും 12,999 അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, ഇനി അതല്ല അത് EMI ഇടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റേറ്റിലേക്ക് പോവുക. ഇനി മറ്റൊരു ഫോൺ ഇവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നത്തിങ് ഫോൺ 2A Plus ആണ്. ഗ്രേറ്റ് ഡീൽ എവർ എന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 21,999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. ഇതിൻ്റെ നോർമൽ റേറ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 23,999 8 GB 256 വേരിയന്റ്, 5,000 mAh ബാറ്ററി കപ്പാസിറ്റി. കൂടാതെ ഡയമൻസിറ്റി 7350 Pro 5G പ്രോസസ്സറാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ നല്ല രസമാണ്. കൂടാതെ വലിയൊരു ഫോൺ വേണമെങ്കിലും ഈ ഒരു നത്തിങ് ഫോൺ 2A Plusലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഇത് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ CMF ഫോൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു നത്തിങ് ഫോൺ 2A Plus മേടിക്കാണ്ട് iQC9 മേടിച്ചത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ് നമ്മുടെ iQC9, എന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ ഈ ഒരു നത്തിങ് ഫോൺ 2A Plus എന്ന് പറയുന്നത്. കൂടാതെ മറ്റൊരു ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സാംസങ് ഗാലക്സി S24 Plus ആണ്. 64,999 നമുക്കിത് മേടിച്ചു തുടങ്ങാം. ഇൻക്രെഡിബിൾ ഡീൽ ലിമിറ്റഡ് ടൈം ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗാലക്സി S24 Plusനെ ഫ്ലിപ്കാർട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 4,900 mAh ബാറ്ററി കപ്പാസിറ്റി ഇവിടെയുണ്ട്. Exynos 2400 പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ഒക്കെയാണ് ഈ ഒരു S24 Plusൽ കാണാൻ സാധിക്കുന്നത്.
65,000 രൂപയ്ക്ക് അകത്തൊരു സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും സാംസങ് S24 പ്ലസ് കൺസിഡർ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇനി മറ്റൊരു ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബെസ്റ്റ് പ്രൈസ് ഫോർ AMOLED എന്ന് പറഞ്ഞിട്ട് പോക്കോ X6 Neo ആണ് കാണാൻ സാധിക്കുന്നത്. 11,999 രൂപയാണ് ആ ഒരു ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. പക്ഷേ ഇപ്പോഴും അതിന്റെ നോർമൽ റേറ്റ് 12,999 ആണ്. എന്തായാലും AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ ഇതിലേക്ക് പോകാം. കൂടാതെ Dimensity 6080 പ്രോസസ്സറാണ്, 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇവിടെ ഈ ഒരു പോക്കോ X6 Neoയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ AMOLED ഡിസ്പ്ലേ ഒഴിച്ചു കഴിഞ്ഞാൽ G45 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് സ്നാപ്ഡ്രാഗൺ 6s Gen 3 പ്രോസസ്സറാണ് ഈ ഒരു മോട്ടറോള G45 കാണാൻ സാധിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളൊരു ചെറിയൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ 4GB 128 നമുക്ക് 11 കിട്ടും. ഇനി അതല്ല 13,000 കൊടുത്താൽ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആവും. അതായത് മൾട്ടി ടാസ്കിംഗ് ഒക്കെ കുറച്ച് കൂടുതൽ ചെയ്യുന്നെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും നമ്മുടെ ഈ ഒരു മോട്ടറോള G45. എന്നാൽ ഈ സെയിം പ്രോസസ്സർ വെച്ച് ഇറക്കിയ മറ്റൊരു പ്രോഡക്റ്റാണ് മോട്ടറോളയുടെ G85. അതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 17,999 ആണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ POLED ആണ്, ഗൊറില്ല ഗ്ലാസ് 5 ആണ്. കൂടാതെ സോണി ലിറ്റിയ 500ന്റെ ആ ഒരു 50MP OIS ക്യാമറയൊക്കെയാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ടൊക്കെ ഈ ഒരു പ്രോസസ്സറിന്റെ കാര്യം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡീലാണ് അണ്ടർ 20,000. പിന്നെ അണ്ടർ 20,000 നമുക്ക് മേടിക്കാൻ പറ്റുന്ന മറ്റൊരു ഡീൽ ഉറപ്പായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ പേഴ്സണലി സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ IQ C9 തന്നെയാണ്. നല്ല ഫോണാണ്. നിങ്ങൾക്കിപ്പോൾ 18,999 കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലാണ്. 19,999 എൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പല ഫോണുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതിലുള്ള ഓൾമോസ്റ്റ് മിക്ക ഫോണുകളും എന്താ പറയുക ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറാണ് നമുക്ക് അത്യാവശ്യം ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. ഈവൻ ഇവിടുത്തെ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ EMI ക്രെഡിറ്റ് കാർഡുകളുടെ EMIക്ക് മാത്രമാണ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് 10% കിട്ടുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചില ഫോണുകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ S23, അതുപോലെ തന്നെ iPhone 15, കൂടാതെ സാംസങ് S24 പ്ലസ് ഇതിനൊക്കെയാണ് എന്താ പറയുക വിത്തൗട്ട് കാർഡ് ഓഫേഴ്സിൽ അത്യാവശ്യം ചെറിയ രീതിക്കെങ്കിലും നമുക്ക് ഓഫറിൽ കാണാൻ സാധിച്ചത്. ബാക്കിയുള്ള എല്ലാം തന്നെ ആ ഒരു നോർമലി നമുക്ക് ഉള്ളതൊക്കെ തന്നെ. പിന്നെ ഒരു 1000 രൂപയൊക്കെ ഡിഫറൻസിലും പല ഫോണുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈയിങ് ആകുന്ന സ്മാർട്ട് ഫോണുകളെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.